ദൈവമേ, അത് ഡോക്ടേഴ്സിന് പറ്റിയ തെറ്റല്ലേ? മോളിനി കരയണ്ട, പോട്ടെ. കരയല്ലേ? ഒരു ടെൻഷനും വേണ്ടെന്ന് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞതാ. പലരും വരുന്ന ഫംഗ്ഷനാ. അംബികയാണെങ്കി എന്നെ കണ്ടാ തിന്നാൻ നടക്കുക. എനിക്ക് പറ്റിയ ഫോൾട്ട് അവര് പറഞ്ഞു പരത്തി എന്നെ നാണം കെടുത്തുവെന്ന് എന്റെ പേടി. ഇത് കുറുപ്പിന്റെ ഉറപ്പല്ല, രാജു വേണുഗോപാലിന്റെ ഉറപ്പാ. നീ വന്ന് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യ്. വാ. പിന്നെ ഞാൻ മറ്റൊരു ഗുഡ് ന്യൂസ് പറയാനാ ഇപ്പൊ വന്നേ. എന്താ ദീപു? 3 മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ഹണിമൂൺ എവിടെയാണെന്നറിയോ? എവിടെയാ ദീപു? ഒന്ന് ഗസ് ചെയ്തേ. ഒന്ന് പറ. ദൈവമേ, അയ്യോ, ചുമ, ക്ഷയരോഗമുണ്ടോ? ഒരൽപ്പം ജലദോഷമുണ്ട്. ചുമയുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അല്ല, ഇടി ഒത്തിരി കൊണ്ടിട്ടുണ്ടെന്നാ ഞാൻ കേട്ടത്. ഞാനൊരു ജോക്ക് പറഞ്ഞല്ലേ? പറഞ്ഞേ, നമ്മുടെ ദാഹമുഹൂർത്തം എവിടെയാ? ദാഹശമനിയും ജീരകവെള്ളമൊന്നും അല്ല, ശാന്തി മുഹൂർത്തം. എനിക്ക് ആ മുഹൂർത്തത്തെ കുറിച്ച് കേൾക്കുമ്പോഴേ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടാൻ തോന്നുക. എന്നാ ഇനി മുതൽ ഹണിമൂൺ എന്ന് പറഞ്ഞാ മതി. നമ്മുടെ ഹണിമൂണേ അങ്ങ് ടോക്കിയോല. അയ്യോ, ജപ്പാനിലോ? എന്റെ ദൈവമേ, എനിക്ക് സന്തോഷായി ദീപു. എങ്കി വാ, അവിടെ ഫംഗ്ഷൻ തുടങ്ങാറായി. വാ. ഹായ്. ഹായ്. ഋതു, ഒന്നിങ്ങ് വന്നേ. വാ. നീ ധാരയി നോക്കുന്ന അമ്പികമ്മയെ അവര് വല്ലതും വന്ന് വിളിച്ചു കൂവുന്ന എന്റെ പേടി. അവര് വരുമ്പോ വിളിച്ചു കൂവാൻ പോകുന്നതേ ഈ ഞാനാ. നീ അവിടെ അടങ്ങി നിന്നേ. എല്ലാവരും വന്ന് തുടങ്ങിയില്ലേ ശേഖര? നമ്മൾ കുറച്ചുപേരെയല്ലേ ക്ഷണിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവർ വന്നോണ്ടിരിക്കുക. പിറന്നാൾ ആശംസകൾ മാഡം. പിറന്നാളോ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ജന്മദിനാശംസകൾ ചേച്ചി. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. ശരിയാണല്ലോ, ഇന്ന് ചേച്ചിയുടെ പിറന്നാളാണല്ലേ? ചേച്ചിയുടെ ആങ്ങളമാരായ ഞാനും ശേഖരനും മകനുമായ ദീപക് വരെ മറന്നുപോയി. പക്ഷേ മരുമകനായ രാജു അത് ഓർമ്മിച്ചു. വിഷ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. താങ്ക് യു പ്രതാപ. സത്യത്തില് ഇന്ന് എന്റെ പിറന്നാളാണെന്നുള്ള കാര്യം ഞാനും മറന്നുപോയി. ഋതികയുടെ പ്രഗ്നൻസി കേസ് വന്ന സന്തോഷത്തിൽ ഇതൊക്കെ മറന്നുപോയതാ. ഇന്ന് നടക്കേണ്ട ചടങ്ങ് അവളുടെ വിശേഷം അറിയിക്കില്ലല്ലേ? ഋതികയ്ക്ക് ഇപ്പൊ വിശേഷം വേണ്ടെന്ന് ഞാനും അവളും കൂടി അങ്ങ് തീരുമാനിച്ചു. സോറി അമ്മേ, ഞാൻ വരെ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ മറന്നുപോയി. സോറി. ഹാപ്പി ബർത്ത്ഡേ അമ്മേ. താങ്ക് യു മോനെ. ഹാപ്പി ബർത്ത്ഡേ അമ്മേ. താങ്ക് യു.
നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. 10 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു തരാം. നീ എന്താ മാറിയിരിക്കുന്നേ? എന്താ മോളെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? പോട്ടെ മോളെ, അതൊന്നും സാരമില്ല. അച്ഛാ, ദൈവമേ, അത് ഡോക്ടേഴ്സിന് പറ്റിയ തെറ്റല്ലേ? മോളിനി കരയണ്ട, പോട്ടെ. കരയില്ലേ? രാജു, സർ. ഇവിടെ വരുന്ന ഗസ്റ്റുകളൊന്ന് ശ്രദ്ധിക്കണേ. ആ ശരി സർ. അച്ഛ, യാമിനി, രാധമ്മേ, ബാക്കിയുള്ളവരൊക്കെ എവിടെ? ശ്രീയും ജയനും? ശ്രീ ഓഫീസിൽ പോയിരിക്കുക മാഡം. ഇപ്പൊ പ്രൊബേഷണൽ പീരീഡ് അല്ലേ, പോകാതിരിക്കാൻ ഒക്കില്ലല്ലോ. അതും ശരിയാ. പിന്നെ ജയേട്ട സ്ഥലത്തില്ല, ഒരു ജോലിയുടെ ആവശ്യത്തിന് കൊല്ലം വരെ പോയിരിക്കുക. അല്ല, മോളെ കണ്ടില്ലല്ലോ. മോൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയി രാജു? ചിലപ്പോ മുകളിലെങ്ങാനും പോയിരിക്കും. ആ, ഫാമിലി വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ റിച്ചായിട്ട് നടക്കുന്ന ഫാമിലി ഫംഗ്ഷനിൽ കുറെ പിച്ചക്കാരും വന്നു. തക്കം കിട്ടിയാൽ ഇന്ന് ഇവർക്കിട്ടൊരു പണി കൊടുക്കണം. ഇതാരാ ദീപു? അയ്യോ, മഹത്തായ ഫാമിലിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇതാണ് രാജകുമാരനായി മാറിയ രാജുവിന്റെ ഫാമിലി.